എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കുറച്ച് ദിവസം 2-3 ദിവസം. കാരണം ഗുരുവായൂർ പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ട്രിവാൻഡ്രത്ത് പോയി. അവിടെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്ത് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഞങ്ങൾ എത്തിയത്. പിന്നെ ഗുരുവായൂരത്തെ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്, സന്തോഷം. പിന്നെ ഇന്നിപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ, ഒരു ചെറിയ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ചേമ്പാണ് മെയിൻ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ചേമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. വേറെ അധികം സാധനമൊന്നും വേണ്ട. അതായത് നമുക്ക് തേങ്ങ കുറച്ചൊന്ന് ചതച്ചെടുക്കണം അവിയലിൻ്റെയൊക്കെ പാകത്തിന്. പിന്നെ ഞാനിതിൽ ചേർത്തിരിക്കുന്നത് വെള്ളരിക്കയാണ്. അതൊരു ചെറിയ കഷ്ണം വെള്ളരിക്ക അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് അത് ഇട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന്, ചേമ്പായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം. വരൂ നമ്മുടെ കിച്ചണിലേക്ക്. ഇവിടെ ഞാനൊരു 4 ചേമ്പ് എടുത്തിട്ടുണ്ട്. ചെറു ചേമ്പാണ് ഇത്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അവിയലിൻ്റെ പാകത്തിന് കട്ട് ചെയ്തെടുക്കണം. ഇനി എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം വെള്ളരിക്ക, അത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേമ്പൊക്കെ നമ്മളിവിടെ തൊലി എത്തിക്കളഞ്ഞ് കഴുകി അവിയലിൻ്റെ പോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെള്ളരിക്കയും തൊലി കളഞ്ഞ് നീളത്തിൽ അവിയലിൻ്റെ പാകത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് വെള്ളരിക്കയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് വേവുന്നതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ 1/2 ടീസ്പൂണാണ് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഫുൾ അടയ്ക്കേണ്ട, കുറച്ചൊന്ന് നീക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു കഷ്ണം മാങ്ങ എടുത്തിട്ട്, ആവശ്യത്തിന് പുളി ഉള്ളതാണ്, അപ്പം ഞാൻ ഒരുപാട് പുളി വേണ്ട, അപ്പോൾ അതിന് പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്കിതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പതുക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി, നല്ലപോലെ അരയണ്ട. തേങ്ങ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തു. ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തതേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ചേമ്പിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. മാങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് അടച്ചു വയ്ക്കാം. മുഴുവൻ അടയ്ക്കേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഇനി ഇതിനകത്തേക്ക് പച്ചവെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കാനുള്ളൂ. അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. സ്റ്റൗ ഓഫ് ചെയ്ത് നേരത്തെ വെച്ചതാണ്. ഇനി ഒന്ന് അടച്ചു വെച്ചേക്കാം. ചേമ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ കറി കണ്ടല്ലോ. ഇതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. കാരണം ചേമ്പിന് അധികം വേവൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒഴിച്ചുകറിയുടെ കൂടെ ഫലം ചെയ്യും. അപ്പോൾ
സമയവും അധികം വേണ്ട, ഒരു 6-7 മിനിറ്റ് മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കൂ. അടുത്ത വിഭവമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.